അവിലാവില്ല അമ്മയെ ബന്ധിന ഈശോയെ അമ്മ ത്രേസ്യയെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ അച്ഛനാണ്. എനിക്കിങ്ങനെ ഓപ്പറേഷൻ പൂളിക്കടവാണ് താമസിക്കുന്നത്. ശൈലജയാണ് പേര്. ഞാൻ ആദ്യം ഇരുട്ടി പോയി കാണിച്ചപ്പോൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തലശ്ശേരി പോയി. തലശ്ശേരി ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ്. കണ്ണൂരിൽ നിന്ന് മെയ് 9 ഞാൻ അഡ്മിറ്റായി. ഓപ്പറേഷൻ 11 ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മയക്ക് ഡോക്ടറെ കണ്ടപ്പം മയക്ക് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിൻ്റെ ഹൃദയവാൽവിൽ ലീക്കാണ്, ഇവിടെ ചെയ്യാൻ സാധിക്കില്ല, ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവന് പരിഹാരം പോയി. അതിനു മുമ്പ് ഞാൻ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിഹാരം ചെയ്യുന്നു. ഹാർട്ട് എടുത്തപ്പം ഒരു കുഴപ്പവുമില്ല, ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട, എന്നും മാസത്തിലെ ബ്ലീഡിങ് ഉണ്ടാകും, പുഴയൊഴുകുന്ന പോലെയാണ് ഞാൻ അനുഭവിച്ച വേദന. ഞാൻ ദൈവം എൻ്റെ അച്ഛനോടാവില്ല അമ്മയെ വേണ്ടിയിട്ട് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ശൈലജ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ആങ്ങള വേറെ ആൾ വണ്ടിയടി സ്കൂട്ടി വന്ന് അവൻ്റെ വണ്ടിക്കടിച്ചിട്ട് അവൻ്റെ വയറ്റിൽ വലിയൊരു ഇത്രയും വലിപ്പം മുഴ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അത് ഞാൻ രാവിലെ അമ്മ എൻ്റെ ആങ്ങളൊക്കെ ഓപ്പറേഷൻ കൂടാണ്ട് പോയി ഇരുട്ടി കാണിച്ചു, പരിഹാരത്ത് കാണിച്ചു. ഇപ്പം മംഗലാപുരത്ത് പോയി തിങ്കളാഴ്ച അഡ്മിറ്റായി. ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും അച്ഛൻ പറഞ്ഞു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച ഡോക്ടർ 10 മണിയായപ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മുഴ ചുങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞു. രാവിലെ അമ്മ എൻ്റെ ഭർത്താവ് ഇങ്ങനെ കിടന്നുറങ്ങാൻ രാത്രിയിൽ കട്ടിലിരിക്കുമ്പോഴേ കിടന്നുറങ്ങൂലായിരുന്നു. ഞാൻ അച്ഛനോട് വന്നു, അച്ഛാ ഏറ്റവും ഓടി പാതിരാത്രിയിലെല്ലാം എണീറ്റ് ഓടുവാണ്. എന്നിട്ടൊന്നു അത് പിറ്റേ ദിവസം തന്നെ നല്ലൊരു ഒരു കുഴപ്പവും ഇല്ലാതെ രക്ഷപ്പെടുത്തി തന്നതിനായി. പ്രിയപ്പെട്ടവരെ, 2 വലിയ സാക്ഷ്യങ്ങളാണ് സഹോദരി പറഞ്ഞത്. ശൈലജ എന്നാണ് സഹോദരിയുടെ പേര്. കോളിക്കടവിലാണ് വീട്. ആശുപത്രിയിൽ ചെന്നപ്പോൾ, ഇരിട്ടിയിൽ ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. യൂട്രസിൽ വലിയ മുഴയാണ്. അതിൻ്റെ റിപ്പോർട്ടുകളാണ്, അതിൻ്റെ സ്കാൻ റിപ്പോർട്ടൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയ മുഴയാണ്, ഓപ്പറേഷൻ ഉടനെ തന്നെ ചെയ്യണം. അപ്പോഴാണ് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറൊക്കെ പരിശോധിച്ചപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിന് ദ്വാരമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൂരിൽ ഇവിടെ ഇരിട്ടിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയതിൻ്റെ റിപ്പോർട്ടുകളാണ്. അങ്ങനെ കണ്ണൂരിൽ ഇരിട്ടിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് അവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ 2 ആശുപത്രികളിൽ നടന്ന പരിശോധനയ്ക്കിടയിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി ഇവിടെ നിന്ന് എഴുതിയ പേപ്പറുകളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആ മുഴ ഇപ്പോൾ ഇല്ല, അത് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ അത്ഭുതങ്ങൾ